ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചില കാലങ്ങൾ മൈത്രേനെ കേൾക്കുമ്പോൾ തോന്നും മൈത്രേൻ വലിയ വേദാന്തിയാണ്, ഒരു മഹാസംഭവമാണെന്ന് തോന്നും. എന്നാ ഒട്ടും ധൃതി കുറയ്ക്കണ്ട, ഞാൻ തന്നെ ആ അവതാരം. വേറെ ചില കാലങ്ങളിൽ ചിലത് കേൾക്കുമ്പോൾ തോന്നും മൈത്രേൻ മഹാബോറനാണെന്നും ഒരു പൊതുശല്യമാണെന്നും തോന്നും. വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത മഹാന വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേൻ നന്നായി അറിയാം. അറിഞ്ഞൂടാ. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനും അതിർത്തികൾ മായാൻ പോകുന്നു. ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി വരെയൊക്കെ? അമേരിക്കയുടെ, കാനഡ, മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു. താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസം ഉള്ള ആളല്ല, വിവരമുള്ള ആളാ. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല? അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ളതാണ്. ഇത് എന്റെ ജീവിതം നടക്കില്ല. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലായി. സ്ഥിതിസമത്വം എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അതെ, എന്റെ കാര്യങ്ങളിൽ താൻ ഇടപെടണ്ട. താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓ, എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത്. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. താങ്കളുടെ തീരുമാനമല്ല. അതെ, പിന്നെ തനിക്ക് ഞാനാരാ തീരുമാനമല്ല. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. അല്ല ശ്രീ മൈത്രൻ, ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചോദിച്ചു മനസ്സിലാക്ക്. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. നല്ല വിവരമുള്ള ആളാണ്. മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്ക്. ഇത് വലിയ മെനക്കെടായല്ലോ. എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി? ചോദിച്ചു മനസ്സിലാക്കാനുള്ളതില്ല. അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആ അതിർത്തി എവിടെ പോയി? ഈ തോല എന്തോന്നാ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ട്രെഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ആ എന്ന് ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ 28 രാജ്യത്തിനകത്ത് നടന്നു പോവാം. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റൂ. വെറുതെ കുതിര കയറാൻ വരരുത്. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. ചോദ്യം ചോദിക്കുന്ന ആളെ വിവരക്കേട് എന്നൊക്കെ പറയുന്നത് ചീപ്പ് ഷോട്ട് അല്ലേ? മൈത്രേൻ, അത് വിട്ടേക്കോ. അങ്ങനെ അല്ലേലും ജാത്യാലും തൂത്താ പോകൂല. എന്തുകൊണ്ടാണ് ആണവായുധം പാകിസ്ഥാന് മേളിടാത്തെ? അത് സർവനാശം ഉണ്ടാകുന്നുള്ളൂ. അത് അത്രയാണ്. ഇതിനെയാണ് വിവരം. അതെന്തുകൊണ്ടാണ്? അത് എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? ഇതിനെയാണ് വിവരം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? പാകിസ്ഥാന്റെ പക്കൽ ആണവായുധം ഉണ്ട്. പാകിസ്ഥാൻ എന്താ? എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത്? ആറ്റം ബോംബ് ഉണ്ടായാൽ ഉടനെ ഇടും എന്നുള്ളതാണല്ലോ തന്റെ നിലപാട്. അല്ല, എന്റെ നിലപാട് അങ്ങനെയല്ല. എന്താ ഇടാത്ത ഞാൻ പേടി കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് പേടിയാ? ആറ്റം ബോംബ് ഇങ്ങോട്ട് ഇട്ടാ അവിടെ ഇങ്ങോട്ട് വീഴും, മൊത്തം സർവനാശം ഉണ്ടാകുന്ന ഭയമാണ്. ഇങ്ങോട്ട് വരാത്തിടത്തെല്ലാം ഇടാവല്ലോ. എന്താ ഇടാത്തെ? പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. താങ്കൾ പറഞ്ഞ ശാന്തി കളയാടുന്ന അന്തരീക്ഷമാണെങ്കിൽ, എല്ലാ കാര്യത്തിലും ബോധമുള്ള മനുഷ്യരാണെങ്കിൽ എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ തന്റെ വായിക്കാതൊന്നും ഇങ്ങോട്ട് വീഴുന്നതാ. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാനും. നീ പോയി പൂശിട്ടുവാ. ഒന്ന് ആദ്യം മൈത്രൻ സാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലിയൊരു കോപ്പല്ല. അതിന് എന്തിനാ ബേജാറാവണ്? എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ കുറെ നേരമായി ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത്. നീ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. ഞാൻ അതിനൊക്കെ മറുപടി പോകാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഇരുത്തണം. ചോര തിളച്ചുകൊണ്ടൊന്നും അരി വേവില്ല ബെന്നിയേ. ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. വരട്ടെ അളിയ.